ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജനറൽ നോളജാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലെ ടോപ്പിക്ക്. ജനറൽ നോളജിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന KS, 10th മെയിൻസ്, +2 പ്രിലിംസ് ആൻഡ് മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഇതെല്ലാം പഠിക്കുക. ഓക്കെ. നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെ. നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെ. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമായിരുന്നു? ഹിറ്റ്ലർ. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ്? ന്യൂഡൽഹി. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? കൊച്ചി. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? കൊച്ചി. പിള്ളവാതത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. പിള്ളവാതത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റ്. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത്. ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം USA. ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം USA. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം ഏതു രാജ്യത്തിൻ്റേത്? ജപ്പാൻ. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റേത്? ജപ്പാൻ. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ഏതു വർഷമാണ് ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞത്? 1999. സപ്തശതകം രചിച്ച ശതവാഹന രാജാവ് ഹാലൻ. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ഏതു രാജ്യക്കാരൻ? കൊളംബിയ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. കഥാസരിത് സാഗരം രചിച്ചത് സോമദേവൻ. കഥാസരിത് സാഗരം രചിച്ചത് സോമദേവൻ. സന്താനഗോപാലം രചിച്ച ഭക്തകവി പൂന്താനം. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. പ്രിവി പഴ്സ് നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യം നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രിവി പഴ്സ് എന്ന് വെച്ചാൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന ഒരു ആനുകൂല്യമാണ്. അത് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. നാല് കാലുകളുടെ മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന. നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ പട്ടേൽ. നാഷണൽ പോലീസ് അക്കാദമി
ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ പട്ടേൽ. നാഗാർജുനൻ, വസുമിത്രൻ, ശുശ്രുതൻ എന്നിവർ ആരുടെ സദസ്സിലായിരുന്നു? കനിഷ്കൻ. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്? 12 വർഷം. നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്? 12. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകം. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. പിയാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കലാഞ്ചലോ. പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്നു വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ ശില്പി ബനാനസ്. പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ ശില്പി ബനാനസ്. പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവ് അജാതശത്രു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. ഫിർദൗസി രചിച്ച പ്രധാന കൃതി ഷാനാമ. ഫിർദൗസി രചിച്ച പ്രധാന കൃതിയാണ് ഷാനാമ. ഫിനോളിന്റെ രാസനാമം കാർബോളിക് ആസിഡ്. ഫിനോളിന്റെ രാസനാമം കാർബോളിക് ആസിഡ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ബനിയാൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ. ബസ്ര ഏതു രാജ്യത്തെ തുറമുഖമാണ്? ഇറാഖ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനി. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. ഓക്കെ. ബർമ്മയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം 1989. ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ബുദ്ധമതക്കാരുടെ ആരാധനാലയം പഗോഡ. ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഇന്തോനേഷ്യയിലെ ബോറോബുദൂർ. 1893 ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ. 1893 ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ. 1966 ജാനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനുമായി താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 ജാനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച്
പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ലാൽ ബഹദൂർ ശാസ്ത്രി. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. മനുഷ്യ പുംബീജങ്ങളിലെ ക്രോമസോം ജോഡികൾ എത്ര? 23. അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി? ഔറംഗസീബ്. അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏതു വ്യവസായത്തിന് പ്രസിദ്ധം? സ്റ്റീല്. ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം? 3. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? 1852. കൃഷ്ണദേവരായരുടെ സദസ്സലങ്കരിച്ചിരുന്ന അഷ്ടദിഗ്ഗജങ്ങളുടെ തലവൻ അല്ലസാനി പെഡണ്ണ. കൃഷ്ണദേവരായരുടെ സദസ്സലങ്കരിച്ചിരുന്ന അഷ്ടദിഗ്ഗജങ്ങളുടെ തലവൻ അല്ലസാനി പെഡണ്ണ. ജ്ഞായിത്വമ്മന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം? AD 345. ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവം? ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവം ഹൃദയം. ഖജുരാഹോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ? ജൈനമതവും ശൈവമതവും. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? സൂറത്ത്. സുഖ്ന തടാകം എവിടെയാണ്? ചണ്ഡീഗഡ്. സ്കാൻഡേവിയൻ രാജ്യങ്ങൾ ഏതു വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത്? ഗവർണർ. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്